ഹേ ഗൈസ് അങ്ങനെ ഞാൻ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ എത്തി റൂമും വീടൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു പകുതി സമാധാനം. കാരണം എന്താ വെച്ചാൽ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്വർഗം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും, ശോകമായിരിക്കും, ഇനി ഇങ്ങോട്ട് പോകണ്ടേ എന്നുള്ളൊരു ഇത്. അങ്ങനെ ഞാൻ ടി വി ഒക്കെ ഇട്ട് അമ്മയോട് കുറച്ച് നേരം സംസാരിച്ച് അമ്മ പുറത്ത് പോകാൻ നിൽക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ആരുമില്ല, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ ഞാനും പപ്പിയും മാത്രമേ ഉള്ളൂ. ശോകം കണ്ട എൻ്റെ പപ്പി അമ്മ പോവാന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കണം കേട്ടോ ഗൈസ്. ഇവളുടെ എപ്പോഴും ഉള്ള സ്വഭാവം ആരെങ്കിലും പുറത്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ശോകമായിരിക്കും. ഇനി കുറച്ചു നേരം അവള് ശോകത്തിൽ തന്നെ ഇരിക്കണ്ട ഗൈസ്. അങ്ങനെ ഞാൻ അവളോട് കുറച്ചു നേരം കളിക്കാൻ തുടങ്ങി. ഞാൻ കിടക്കുകയാണെങ്കിൽ അവള് കൂടെ വന്ന് കിടക്കുവേ. കുറച്ചു നേരം കളിച്ച് അവളുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ പകുതി സമാധാനവും. ഫുൾ ടൈം അവളുടെ കൂടെ ചിരിച്ചും കളിച്ചിരിക്കുമ്പോൾ തന്നെ സമയം പോകുന്ന അറിയില്ല ഗൈസ്. 6 മാസത്തിന് ശേഷം അവളെ നല്ലപോലെ മിസ് ചെയ്ത് കുറേ നേരം അവളോട് കളിച്ച് അങ്ങനെ വയറ് വിശക്കാൻ തുടങ്ങി. ഫുഡിനുള്ള സമയമായി. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മാവ് കിടക്കുന്നു. അങ്ങനെ ഞാൻ മാവൊക്കെ എടുത്ത് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഓഹ് എന്താല്ലേ. അങ്ങനെ ഞാൻ മാവൊക്കെ എടുത്ത് റെഡിയാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അതിലോട്ട് വെക്കാം. ഇനി നമുക്ക് ദോശ ചൂടാം അല്ലേ. അതിൻ്റെ ഇടയിലും ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നത് പതിവാണല്ലോ. അങ്ങനെ അവിടെയും പണി ഇവിടെയും പണി. അമ്മ പോയതുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ അമ്മ ഒക്കെ സെറ്റാക്കി വെച്ചേനെ. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട് ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാം. ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ റൂം. അപ്പം ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം.